ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ കോഡീസ് വിത്ത് അനു. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പ്രോപ്പർട്ടീസ് എന്താണെന്ന് നോക്കിയില്ലേ ഡീറ്റെയിൽ ആയിട്ട്. പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് നമുക്ക് ബേസിക്കലി ഡാറ്റ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാരന്റ് കോമ്പോണന്റിൽ നിന്ന് ചൈൽഡ് കോമ്പോണന്റിലേക്ക്. പക്ഷെ അതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞ എന്തായിരുന്നു, ഇത് നമുക്ക് പാരന്റ് കോമ്പോണന്റിൽ നിന്നിട്ട് ചൈൽഡ് കോമ്പോണന്റിൽ നമുക്ക് കോൺഫിഗർ ചെയ്യാം, കസ്റ്റമൈസ് ചെയ്യാം. പക്ഷെ പ്രോപ്സ് എന്ന് പറയുന്നത് ഇമ്മ്യൂട്ടബിൾ ആണ്. ചൈൽഡ് കോമ്പോണന്റിന്റെ ഉള്ളിൽ യൂസ് ചെയ്യാം, ഇത് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ. അതിനെ റെക്ടിഫൈ ചെയ്യുന്നതാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സ്റ്റേറ്റ് എന്താണെന്നാണ്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് റിയാക്ട് ജെഎസിന്റെ ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ലോക്കൽ സ്റ്റേറ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് ഒരു ഡാറ്റ ഹോൾഡ് ചെയ്തിട്ടുണ്ടാവും. ഈ ഡാറ്റനെ കോമ്പോണൻസിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഡാറ്റ മോഡിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ കോമ്പോണന്റിന്റെ ലൈഫ് സൈക്കിളിൽ ഡാറ്റ കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാനും മാനേജ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ സ്റ്റേറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ പ്രോബ്സും സ്റ്റേറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഡാറ്റ മോഡിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്ലാസ് കോമ്പോണൻസിലാണ് ഈ സ്റ്റേറ്റ് യൂസ് ചെയ്യുന്നത് ആദ്യമൊക്കെ. ഇപ്പൊ ഹുക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ സ്റ്റേറ്റ് കുറച്ചും കൂടി ഈസി ആയിട്ട് ഫങ്ഷണൽ കോമ്പോണൻസിൽ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ബേസിക്സ് നോക്കുന്നതുകൊണ്ട് ഫസ്റ്റ് ക്ലാസ് കോമ്പോണൻസിൽ എങ്ങനെയാണ് സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, സ്റ്റേറ്റിന്റെ വാല്യൂ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന് എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും. ആദ്യം ഞാനൊരു ക്ലാസ് കോമ്പോണന്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. അതിനൊരു കൗണ്ടർ ഡോട്ട് ജെഎസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ക്ലാസ് കോമ്പോണന്റ് ഒക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതല്ലേ എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്. ക്ലാസ് കോമ്പോണന്റ് എന്തിനായിരുന്നു എക്സ്റ്റെൻഡ് ചെയ്യുന്നത്, കോമ്പോണന്റ് ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. ഇനി ഒരു കോമ്പോണന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് ഒരു കൺസ്ട്രക്ടർ ആണ്. കൺസ്ട്രക്ടർ നിങ്ങൾക്ക് ഇപ്പം സെർവർ സൈഡ് സ്ക്രിപ്റ്റ് അറിയുന്നവർക്ക് അറിയായിരിക്കും. കൺസ്ട്രക്ടർ എന്താണ്, അത് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ ജാവയിലോ PHP-യിലൊക്കെ പറയൂലേ, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ ക്ലാസ് വേരിയബിൾസിനെ ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക് എക്സിക്യൂട്ട് ചെയ്തോളും എന്നൊക്കെ പറയുന്നില്ലേ. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റിനെ ഇപ്പം റിയാക്ട് ജെഎസിലേക്ക് വരുന്ന സമയത്ത് സ്റ്റേറ്റിനെ ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, കൺസ്ട്രക്ടർ ഒരു സെറ്റ് ഓഫ് പ്രോപ്പർട്ടീസ് ഉണ്ടാവും. കൺസ്ട്രക്ടറിൽ ആ പ്രോപ്പർട്ടീസ് നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റേറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നമ്മൾ കൺസ്ട്രക്ടറിനെ ഡിഫൈൻ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ വേണം സ്റ്റേറ്റിനെ ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കേസിൽ കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുന്നത് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞ കീവേഡ് തന്നെ യൂസ് ചെയ്തിട്ടാണ്. കൺസ്ട്രക്ടർ ഓഫ് എന്ന് പറഞ്ഞ ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ദിസ് ഡോട്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ദിസ് ഡോട്ട് സ്റ്റേറ്റ് ഇതൊരു ഒബ്ജക്റ്റ് ആണ് ബേസിക്കലി. ഈ ഒബ്ജക്റ്റിന്റെ ഉള്ളിൽ കീ വാല്യൂ പെയേഴ്സ് ആയിട്ടാണ് നമുക്ക് സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക. ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ് നമുക്ക് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പം ഓൾറെഡി പറഞ്ഞില്ലേ, ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ കീ വാല്യൂ പെയേഴ്സ് ആയിട്ട് ഡാറ്റ മെയിൻറ്റെയിൻ ചെയ്യുന്നല്ലേ. അപ്പൊ ഞാൻ ഇതൊരു കൗണ്ടർ ക്ലാസ് ആണ്. ജസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിളിനെയാണ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു സ്റ്റേറ്റ് വേരിയബിളിനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ കൺസ്ട്രക്ടർ മെത്തേഡിന്റെ ഉള്ളിലാണ് നമ്മൾ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. സ്റ്റേറ്റിന്റെ അകത്ത് ഒരു സ്റ്റേറ്റ് പ്രോപ്പർട്ടി, ആ ഒബ്ജക്റ്റിനെ നമ്മൾ പ്രോപ്പർട്ടീസ് എന്നാണല്ലോ പറയാ, ഒരു സ്റ്റേറ്റ് പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടീനെ നമ്മുടെ കോഡിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ഒരു കാര്യവും കൂടെ വേണം. സൂപ്പർ മെത്തേഡിനെ നമ്മൾ കോൾ ചെയ്യണം. ഇതെന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്ലാസിന്റെ കൗണ്ടർ ക്ലാസിന്റെ പാരന്റ് ക്ലാസ് ഏതാണ്, കോമ്പോണന്റ് അല്ലേ. ഇതിന്റെ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൂപ്പർ മെത്തേഡിനെ ഓവർറൈഡ് ചെയ്യുന്നത്. ഇത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദിസ് പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ. നമുക്കൊരു സ്റ്റേറ്റ് വേരിയബിളിനെ ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദിസ് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദിസ് കീവേഡ് വേണം. ദിസ് കീവേഡ് യൂസ് ചെയ്തിട്ട് ഈ കൗണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ് പ്രോപ്പർട്ടിനെ ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ അത് പാരന്റ് ക്ലാസിന്റെ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്തിട്ടുണ്ടാവണം. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ സ്റ്റേറ്റ് പ്രോപ്പർട്ടി നമ്മുടെ കോമ്പോണന്റിൽ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കോമ്പോണന്റ്, അതൊരു സിമ്പിൾ കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഡിസ്കസ് ചെയ്തിട്ടുണ്ട് റെൻഡർ മെത്തേഡ് ക്ലാസ്സിൽ, റെൻഡർ മെത്തേഡിന്റെ ഉള്ളിലെ കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളെന്ന്. ഈ റെൻഡർ മെത്തേഡിന്റെ അകത്ത് ഞാനൊരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഒരു പാരഗ്രാഫ് ടാഗ് ആണ് കൊടുക്കുന്നത്. ഇതിന്റെ അകത്ത് ഞാനൊരു പാരഗ്രാഫ് ടാഗ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ പാരഗ്രാഫ് ടാഗിന്റെ അകത്താണ് ഞാൻ ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു P കോമ്പോണന്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പാരഗ്രാഫ് ടാഗിന്റെ അകത്താണ് ക്ലാസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ലേബിൾ ഇട്ടിട്ട് അതിന്റെ അകത്ത്
സ്പേസ് ഞാൻ ആക്സസ് ചെയ്യുന്നത് ഡിസ് ഡോട്ട് സ്റ്റേറ്റ് ഡോട്ട് നമ്മുടെ പ്രോപ്പർട്ടീനെ നെയിം കൊടുക്കുക. ഇത് നമ്മുടെ കൗണ്ട് എന്നല്ലേ പ്രോപ്പർട്ടീനെ നെയിം, കൗണ്ട് കൊടുക്കുക. പിന്നെ ഞാൻ കൗണ്ടറിനെ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എൻ്റെ മെയിൻ പ്രൊജക്റ്റിലേക്ക് കൗണ്ടറിനെ യൂസ് ചെയ്തിട്ടുണ്ട്, ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ വന്ന് നമ്മൾ വേരിയബിൾ യൂസ് ചെയ്യുന്ന സമയത്ത് കർലി ബ്രേസ് ഇടാൻ മറന്നുപോയി. നോക്കുമ്പോൾ കൗണ്ട് നമ്മൾ സ്റ്റേറ്റ് 0 ആയിരുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇത് ചേഞ്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു താഴെ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുവാണ്. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ കൗണ്ടറിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യണം. അത് കൗണ്ടർ വേരിയബിൾ ഇൻക്രിമെന്റ് ചെയ്ത് വാല്യൂ 1 ആയിട്ട് സെറ്റ് ചെയ്യണം. അതെങ്ങനെയാന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുവാണ്. ഇനി ബട്ടന്റെ ഇവന്റ് ഹാൻഡ്ലിംഗ്, നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റ് അറിയുന്നവർക്ക് അറിയായിരിക്കും ഇവന്റ്സ് എന്താണെന്ന്. ഇപ്പം ക്ലിക്ക് ഇവന്റ് ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ക്ലിക്ക് ഇവന്റ്, ചേഞ്ച് ഇവന്റ്, ബ്ലർ, ഇതൊക്കെ ഇപ്പൊ ഇവന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൗസോ കീബോർഡൊക്കെ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു കാര്യം ട്രിഗർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സെറ്റ് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ നടക്കേണ്ടത് അതൊരു ഫംഗ്ഷൻ ആയിട്ട് എഴുതിയിട്ട് ഈ ക്ലിക്ക് ഇവന്റ് യൂസ് ചെയ്തിട്ട് ഈ ഫംഗ്ഷനെ കോൾ ചെയ്യും. അപ്പം ഈ അറിയില്ലെങ്കിൽ നമുക്ക് റിയാക്ട് ജെഎസിൽ ഇവന്റ് ഹാൻഡ്ലിംഗ് എന്താണ് നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഇപ്പൊ ബേസിക്സ് ആയിട്ട് ഞാൻ ജസ്റ്റ് ബട്ടൺ ക്ലിക്ക് നമുക്ക് ആവശ്യമുള്ളത് കൊണ്ട് ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ ഞാൻ ഇവിടെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്, ഒരു ആരോ ഫംഗ്ഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇൻക്രിമെന്റ് എന്ന് പറഞ്ഞിട്ട് ഇൻക്രിമെന്റ് ftn എന്ന് പറഞ്ഞിട്ട് ഒരു ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ആരോ ഫംഗ്ഷന്റെ അകത്ത് ഇനി നമ്മൾ പ്രോപ്പർട്ടി അപ്ഡേറ്റ് ചെയ്യുന്നത് ഈ ആരോ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ നമ്മൾ ഈ ഫംഗ്ഷനെ ഓൺ ക്ലിക്ക് ഇവന്റിൽ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ദിസ് ഡോട്ട് ഫംഗ്ഷൻ നെയിം കൊടുത്താൽ മതി. ഇനി ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയാക്ട് ജെഎസിന് ഒരു സിംഗിൾ എലമെന്റിനെ കണ്ടെയ്നറിനെ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റൂ. ഇവിടെ ഇപ്പൊ 2 എലമെന്റ് ആയില്ലേ. അപ്പൊ നമ്മൾ ഇതിനെ ഒരു കണ്ടെയ്നർ ഡിവില് എൻക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഈ ഒരു സിംഗിൾ കോമ്പോണന്റിനെ റിട്ടേൺ ചെയ്യാൻ വേണ്ടി പറ്റൂ. നമ്മളൊരു കണ്ടെയ്നർ ഡിവിഷനിലേക്ക് ഇത് മാറ്റി എഴുതണം. അപ്പൊ ഞാനിനി നമ്മൾ കണ്ടെയ്നർ ഡിവിഷനിൽ ഓൺ ക്ലിക്ക് ഇവന്റിൽ ഇത് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ലേബലും കൂടെ കൊടുത്തേക്കാം. ഇൻക്രിമെന്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ബട്ടൺ ഒരു ലേബലും കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി എങ്ങനെയാണ് സ്റ്റേറ്റിനെ അപ്ഡേറ്റ് ചെയ്യുന്നത് നോക്കാം. സ്റ്റേറ്റിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ദിസ് ഡോട്ട് സെറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ദിസ് ഡോട്ട് സെറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ അകത്താണ് നമ്മൾ സ്റ്റേറ്റ് വേരിയബിളിനെ അപ്ഡേറ്റ് ചെയ്യുന്നത്. അതായത് ദിസ് ഡോട്ട് സെറ്റ് സ്റ്റേറ്റ് ഓഫ്, ഇതിന്റെ അകത്താണ് നമുക്ക് നമ്മുടെ കൗണ്ടർ വേരിയബിളിനെ നമ്മുടെ സ്റ്റേറ്റ് പ്രോപ്പർട്ടീനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പൊ നമ്മൾ കൗണ്ടിനെ, നമ്മുടെ ഓൾറെഡി സ്റ്റേറ്റ് പ്രോപ്പർട്ടി എന്തായിരുന്നു? കൗണ്ട് അല്ലേ. കൗണ്ടിനെ ദിസ് ഡോട്ട് സ്റ്റേറ്റ് ഡോട്ട് കൗണ്ട്, ഇപ്പോൾ ഉള്ള കൗണ്ടിന്റെ വാല്യൂ എത്രയാണോ അത് +1 ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തു, ഓൺ ക്ലിക്ക് ഇവന്റ് ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് ഓൺ ക്ലിക്ക് ഇവന്റിന്റെ അകത്ത് ഒരു ഫംഗ്ഷൻ കോൾ ഉണ്ട്. ആ ഫംഗ്ഷനിൽ നമ്മൾ ഈ സ്റ്റേറ്റിനെ അപ്ഡേറ്റ് ചെയ്യുവാണ്. സ്റ്റേറ്റിനെ അപ്ഡേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് സെറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡാണ്. അതിന്റെ അകത്ത് പ്രോപ്പർട്ടീന്റെ പുതിയ വാല്യൂ, ഈ സ്റ്റേറ്റ് പ്രോപ്പർട്ടീന്റെ പുതിയ വാല്യൂ എന്താണോ അത് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ക്ലാസ് കോമ്പോണന്റിൽ സ്റ്റേറ്റിൽ വാല്യൂസ് അപ്ഡേറ്റ് ചെയ്യും, സ്റ്റേറ്റിന്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ കോമ്പോണന്റിലും ആ വാല്യൂ റിഫ്ലക്ട് ആയിക്കോളും. നമ്മുടെ പാരഗ്രാഫ് ടാഗിലെ കോമ്പോണന്റ് ഇപ്പൊ ഈ കൗണ്ടർ പ്രോപ്പർട്ടീന്റെ വാല്യൂ ചേഞ്ച് ആവുമ്പോൾ ആ ചേഞ്ച് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ കോമ്പോണന്റിലും റിഫ്ലക്ട് ആയിക്കോളും. എക്സാമ്പിൾ നമ്മളുടെ കോഡ് വന്നു, ഇവിടെ ക്ലിക്ക് ഇവന്റ് ട്രിഗർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻക്രിമെന്റ് ആവുന്നത് കണ്ടില്ലേ. പ്രാവശ്യം ക്ലിക്ക് ചെയ്യുന്നു, അത് അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് പ്രോപ്പർട്ടീന്റെ വാല്യൂ ചേഞ്ച് ആവുന്നു, ഓട്ടോമാറ്റിക്കലി കോമ്പോണന്റിലേക്ക് അത് റെൻഡർ ആവുന്നു ആ അപ്ഡേറ്റ്. മനസ്സിലായല്ലേ? അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ ഷെയർ ചെയ്തിട്ട് ഈ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.